മൂന്നാർ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു. മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ 43ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനമായി. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള മേഖലകളിലും പട്ടയ നടപടികൾ ഉടനെ പൂർത്തീകരിക്കാനാവുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ഏറെ നാളത്തെ അപേക്ഷകൾക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ 43 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ ദേവികുളത്ത് നടന്ന അസൈൻമെന്റ് കമ്മിറ്റിയിൽ തീരുമാനമായത്. ദേവികുളം താലൂക്കിൽ നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഭൂപ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും പട്ടയം നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. മറയൂർ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമാണ്. മറയൂർ രാജീവ് ഗാന്ധി കോളനി ഹൗസിംഗ് ബോർഡ് കോളനിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് അവർ കുറേ ദിവസം പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം അതിനെല്ലാം ഇന്നൊരു പരിഹാരമുണ്ടാകുകയാണ്. ദേവികുളം അസൈൻമെൻറ്റ് കമ്മിറ്റിയിൽ ഈ ഹൗസിംഗ് ബോർഡിൽ താമസിക്കുന്ന ഏകദേശം 43ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങളും കൂടെ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവർക്ക് പട്ടയം നൽകും. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ ചില സാങ്കേതിക വിഷയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഓരോ മേഖല തിരിച്ചും പട്ടയം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അസൈൻമെന്റ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും അസൈൻമെന്റ് കമ്മിറ്റിയിൽ CPI നേതാവ് P. പഴനിവേൽ വിമർശനമുന്നയിച്ചു. കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചതോടെ ദേവികുളത്തെ ബാക്കിയുള്ള മേഖലകളിലും പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തഹസിൽദാർ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ കമ്മിറ്റിയിൽ പങ്കെടുത്തു.